അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാ. പരിശുദ്ധമായ റമളാനിൻ്റെ രണ്ടാമത്തെ പത്തിലാണ് നമ്മളുള്ളത്. റമളാനിനെ മൊത്തമായി 3 പത്തുകളായിട്ടാണ് തരം തിരിച്ചിരിക്കുന്നത്. ഒന്ന് കാരുണ്യത്തിൻ്റെ 10, റഹ്മത്തിൻ്റെ 10. മറ്റൊന്ന് പാപമോചനത്തിൻ്റെ 10, മഗ്ഫിറത്തിൻ്റെ 10. മറ്റൊന്ന് നരകമോചനത്തിൻ്റെ 10, എഅ്തുഖും മിനന്നാർ, നരകമോചനം ലഭിക്കുന്ന 10. ഇങ്ങനെ ഈ 3 പത്തുകളിലുമായി റമളാനിൻ്റെ മുഴുവൻ ദിവസങ്ങളെയും ഡിവൈഡ് ചെയ്തതിൽ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മളിങ്ങനെ പ്രസംഗം പറഞ്ഞു പോകുന്ന പോലെ അങ്ങനെ കേട്ട് പോകും. എന്നാൽ ഓരോ 10ഉം എന്തിനു വേണ്ടി വെച്ചിരിക്കുന്നു, ഇതെല്ലാം വളരെ ദൃഷ്ടാന്തങ്ങളുണ്ട് അതിൽ. ആദ്യം നമുക്ക് വേണ്ടത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. ഏറ്റവും ആദ്യമായിട്ടൊരു സൃഷ്ടിക്ക് വേണ്ടത് കാരുണ്യമാണ്. ഈ കാരുണ്യമുണ്ടെങ്കിലാണ് അവസാനം പോലും വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കാരുണ്യത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലും, നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം നിങ്ങൾ രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, അങ്ങനെ വിചാരിക്കണ്ട എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, അല എന്താ യാ റസൂലല്ലാഹ്, നബി അങ്ങനെ തന്നെയാണോ? അപ്പോൾ നബി പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയായി. ഇല്ലാ യതഗമ്മദിനി അല്ലാഹു ബിറഹ്മതി, അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് കിട്ടിയാലാണ് എനിക്കും രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ, നമ്മുടെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ വേണ്ടി. അപ്പം ആ കാരുണ്യം കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നല്ല മനസ്സോടുകൂടി നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലാണ് ഈ കാരുണ്യം കിട്ടുകയുള്ളൂ. കാരണം പടച്ച തമ്പുരാന്റെ നോട്ടം ഏറ്റവും പ്രധാനമായി നോക്കുന്നത് ഹൃദയത്തിലേക്കാണ്. അള്ളാഹു നമ്മുടെ മനസ്സുകളിലേക്കാണ് നോക്കുന്നത്. മനസ്സിന്റെ നോട്ടമാണ് അള്ളാഹുവിനുള്ളത്. പിന്നീടാണ് നമ്മുടെ പ്രവർത്തനങ്ങളിലേക്ക് നോക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ എന്തെല്ലാം പ്രവർത്തിച്ചാലും ആ പ്രവർത്തനങ്ങളെ കൊണ്ടെല്ലാം നമ്മുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ടാവണം, ഈ പ്രവർത്തനങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കാനുള്ള ഒരു കാരണമായി തീരണമെന്നുള്ളത്. കാരുണ്യത്തിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി നമ്മൾ പല സംഘടനകളും സംവിധാനങ്ങളും ചലിക്കുന്നുണ്ട് നാടുകളിൽ. ഈ ചലിക്കുന്ന ആളുകൾ അവരുടെ കൂട്ടായ്മകൾ ഏതെങ്കിലും സ്ഥലത്ത് കുറച്ച് കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി, അപ്പുറം പോയിട്ട് വേറെ എന്തെങ്കിലും പ്രവർത്തനങ്ങൾ നടത്തി ഇതിന് വിരുദ്ധമായി വരുന്ന ആ സംഘം അങ്ങനെ വരുമ്പോൾ അവർക്ക് എവിടെ നിന്ന് കാരുണ്യം കിട്ടാനാണ്? അവരുടെ ഒരൊറ്റ വഞ്ചന കൊണ്ട് അല്ലെങ്കിൽ ഒരൊറ്റ ദോഷകരമായ പ്രവർത്തനങ്ങളെ കൊണ്ട് ഇവർ പ്രവർത്തിച്ച കാരുണ്യത്തിൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു പോകാൻ കാരണമാകില്ലേ? അപ്പം അങ്ങനെ എന്തെല്ലാം പ്രവർത്തനങ്ങൾ നമ്മൾ പ്രവർത്തിക്കുമ്പോഴും നന്മകൾ ചെയ്യുന്ന സമയത്തും എല്ലാം നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ചിന്തയിൽ, നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഒരു കാര്യം, എനിക്ക് അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കണമെന്നുള്ളതാണ്. ഈ ഒരു കാരുണ്യത്തിൻ്റെ ചിന്തയോടുകൂടിയായിരിക്കണം, അള്ളാഹുവിൻ്റെ കാരുണ്യം എനിക്ക് ലഭിക്കണമെന്നുള്ള ചിന്തയോടുകൂടിയായിരിക്കണം സൽക്കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടിയാണല്ലോ, അള്ളാഹുവിൻ്റെ തൃപ്തിക്കും പൊരുത്തത്തിനും വേണ്ടിയാണ് നമ്മൾ സൽക്കർമ്മം ചെയ്യുന്നത്. നിസ്കരിക്കുന്നത്, ഹജ്ജ് ചെയ്യുന്നത്, നോമ്പനുഷ്ഠിക്കുന്നത്. നോമ്പനുഷ്ഠിക്കുന്ന ഈ അനുഷ്ഠാന കർമ്മം എന്ന് പറഞ്ഞാൽ നാമും പടച്ച റബ്ബുമല്ലാതെ വേറൊരാളും അതറിയില്ല. ഇല്ല, അത്രയും രഹസ്യമായ ഒരു കർമ്മമാണ് നോമ്പ് എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ എന്തിനായും ദാഹവും വിശപ്പും സഹിക്കുന്നത്? അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടാൻ വേണ്ടിയാ. അപ്പോൾ രഹസ്യമായിട്ട് എന്തെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ? അല്ലെങ്കിൽ ഈ നോമ്പനുഷ്ഠിക്കുമ്പോൾ അള്ളാഹു ലക്ഷ്യം വെക്കുന്നത് നിങ്ങൾക്ക് തഖ്വയുണ്ടാകണമെന്നുള്ള, സൂക്ഷ്മതയുള്ള, നല്ല ചിട്ടയുള്ള, മതചിട്ടയുള്ള, നല്ല ബോധമുള്ള, അച്ചടക്കമുള്ളതായ, സംസ്കാരമുള്ളതായ ഒരു സമൂഹമുണ്ടാകണം എന്നുള്ള അതിനു വേണ്ടിയ ഒരു മാസക്കാലത്തോളം വെച്ചത്. ഈ ഒരു മാസക്കാലത്തോളം ജീവിച്ചിട്ടും ഇവൻ ഈ പ്രവർത്തനങ്ങളിലൊന്നും ഉണ്ടാകുന്നില്ല, വെറും പട്ടിണി കിടക്കുന്നത് മാത്രമുള്ളെങ്കിൽ ആ നോമ്പ് കൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല എന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവന് വിശപ്പും ദാഹവും സഹിച്ചു എന്നല്ലാതെ വേറെ ഒന്നൊരു ഗുണം കിട്ടാൻ ഇതിനകത്തുന്നില്ല. അപ്പോൾ അവൻ്റെ ജീവിതത്തെ സംസ്കരിച്ച് സ്ഫുടം ചെയ്ത് നല്ലതുപോലെ വളർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായിട്ടാണ് പരിശുദ്ധമായ റമളാനിനെ എടുക്കേണ്ടത്, നോമ്പിനെ എടുക്കേണ്ടത്. ഈ നോമ്പ് എന്ന വ്രതമെന്ന സാധനയെ അവൻ്റെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിന്, ജീവിതത്തിൻ്റെ സംസ്കരിച്ചെടുക്കുവാനുള്ള ഉപാധിയായിട്ട് എടുക്കുന്നതിന് പകരമായിട്ട്
ആ നോമ്പിന് വെറും ഒരു ചടങ്ങായിട്ട് മാത്രം എടുത്തു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കാരുണ്യം കിട്ടിക്കൊള്ളണമെന്നില്ല. ഇതോടുകൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? ഈ നല്ലൊരു ചിന്തയോടെ അള്ളാഹുവിൻ്റെ പൊരുത്തവും കാരുണ്യവും എനിക്ക് കിട്ടണം എന്നുള്ള ചിന്തയോടുകൂടെ തന്നെ നമ്മൾ ഇതെല്ലാം ചെയ്യുന്നതിനോടുകൂടി അള്ളാഹുവിനോട് ചോദിക്കണം. ഈ 10 പ്രത്യേകമായി ചോദിക്കുക, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അള്ളാഹുവേ എന്നോട് നീ കാരുണ്യം ചെയ്യണമേ, എന്നോട് നീ കാരുണ്യം ചെയ്യണമേ. പ്രകൃതിയിലുള്ള മുഴുവൻ ജീവജാലങ്ങളോടും കാരുണ്യം കാണിക്കാൻ അള്ളാഹു പറഞ്ഞ ഇർഹമു മൻ ഫിൽ അർളി യർഹംകും മൻ ഫിസ് സമാ, എല്ലാത്തിനോടും കാരുണ്യം കാണിക്കണം, എല്ലാ ജീവികളോടും കാണിക്കണം. നമ്മൾ പലപ്പോഴും പല ജീവികളെ ഉപദ്രവിക്കുന്നു. കാരുണ്യം നഷ്ടപ്പെട്ടവും അള്ളാഹുവിൻ്റെ ഏത് മതക്കാരനാണെങ്കിലും ഏത് വിഭാഗക്കാരനാണെങ്കിലും മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും എല്ലാത്തിനോടും കാരുണ്യം കാണിക്കണമെന്ന് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ്. പരിശുദ്ധ ദീനിന്റെ മതം അങ്ങനെയാണ്, പരിശുദ്ധമായ ഇസ്ലാമിന്റെ മതം അങ്ങനെയാണ്. അപ്പോൾ അതനുസരിച്ച് ജീവിച്ച് അതിലൂടെ ചിട്ടപ്പെടുത്തിയെടുത്ത് ആ മനസ്സോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹുവിന്റെ കാരുണ്യം കിട്ടുന്നു. പിന്നെ അടുത്ത 10 അള്ളാഹുവിന്റെ പാപമോചനം ലഭിക്കുന്നു. ഇത് രണ്ടും ലഭിച്ച ആൾക്ക് കിട്ടുന്ന നരകമോചനം എന്നുള്ളത് സ്വർഗപ്രവേശനം എന്നുള്ളത്. അല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് ഓടിപ്പോകാൻ പറ്റുന്ന ഒരു കാര്യമല്ല സ്വർഗം എന്ന് പറഞ്ഞ്. നല്ലതോടെ ചിട്ടയോടുകൂടി ജീവിക്കണം, നല്ല സംസ്കാരത്തോടു കൂടി ജീവിക്കണം. അഴിഞ്ഞാട്ടങ്ങളും ആഭാസങ്ങളും ഒഴിവാക്കിക്കൊണ്ട് ജീവിതത്തെ വളരെ സംസ്കാര സമ്പന്നമാക്കിക്കൊണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു തലമുറയുടെ സൃഷ്ടിപ്പിന് വേണ്ടി അള്ളാഹു സുബ്ഹാനഹു തആല സംവിധാനിച്ചിരിക്കുന്ന ഒരു പരിശീലന കളരിയായി ഈ പരിശുദ്ധമായ റമളാനിന്റെ ദിനരാത്രങ്ങൾ നമ്മൾ എടുക്കണം. കഴിഞ്ഞുപോയ മാസങ്ങളിലെയും ദിവസങ്ങളിലെയും ഓരോ തെറ്റുകളെയും പാപങ്ങളെയും കഴുകിക്കളഞ്ഞുകൊണ്ട് സ്ഫുടം ചെയ്ത മനസ്സുമായി തെളിഞ്ഞ ജീവിതത്തിലേക്ക് വളരെ നല്ല മാർഗത്തിലേക്ക് കടന്നു വരുവാനുള്ള ഒരു ഉപാധിയായിട്ട് നമ്മൾ എടുക്കണം. ഇങ്ങനെ അള്ളാഹുവിന്റെ കാരുണ്യം വാങ്ങിച്ചുകൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റഹംനി യാ റഹ്മർ റഹീമീൻ, അല്ലാഹുമ്മ റഹംനാ യാ റഹ്മർ റഹീമീൻ. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ട് ഒരു പുതിയൊരു സംവിധാനത്തോടു കൂടിയാണ് നമ്മൾ വരുന്നത്. അത് ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസങ്ങളായിട്ട് വെളിപ്പെടുത്താം. കുട്ടികളെയും കൂടി അതുപോലെ മറ്റുള്ളവരെയും കൂടി ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു ചോദ്യങ്ങളെല്ലാം ചോദിച്ച് ആ ചോദ്യങ്ങൾക്ക് ആദ്യമായി ഉത്തരം നൽകുന്ന ആൾക്ക് ഒരു ഗിഫ്റ്റ് സംവിധാനമെല്ലാം ഏർപ്പെടുത്തി. അതെങ്ങനെയാണ്? ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ആദ്യം ഉത്തരം പറയുന്ന ആൾക്ക്. അതുകൊണ്ട് ഈ ദീനിയായ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നതിനോടുകൂടെ തന്നെ അതിനൊരു ആവേശം പകരുവാനും കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കുവാനും കൂടി ആണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാം ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം ഞാൻ പറയാം. എല്ലാവരും മാക്സിമം ഈ അറിവ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് നമുക്ക് നമ്മുടെ ഒരു ജീവിതം അള്ളാഹുവിൻ്റെ മാർഗത്തിലായി കെട്ടിപ്പടുക്കുവാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.